ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തമിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വെച്ചിട്ടാണ്. അതായത് ഭയങ്കര സെറ്റപ്പ് ഒന്നുമില്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാനിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ചേർക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പോൾ ഈ ഒരു റൂമിലാണ് നമ്മൾ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ചെറുതായിട്ടൊന്ന് ബിൽഡ് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇത് വീടിൻ്റെ മുകളിൽ നിലയുള്ള റൂമാണ്. അപ്പോൾ ഈ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡിൽ കാട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിങ്ങൾ കാണുന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടിപ്പെടുന്ന ഡ്രസ്സുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതാണ്. പിന്നെ അതേ ബാക്കിൽ ഒരു ടേബിളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്രൈപ്പോഡുകളുണ്ട്. പിന്നെ വേറെ ട്രൈപ്പോഡിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ഷെൽഫാണ്, നമ്മുടെ ബുക്കുകളൊക്കെ വയ്ക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോൾ, നമ്മുടെ റൂബിക്സ് ക്യൂബ്, പിന്നെ ചെറിയൊരു ബാറ്റ്മാൻ്റെ ഒരു സംഭവം. പിന്നെ ഇത് നമ്മുടെ പഴയ ഫോണാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്ന ഫോണാണ്, റെഡ്മി നോട്ട് 5A. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബിൻ്റെ പരിപാടിക്ക് നമുക്ക് പോയപ്പോൾ കിട്ടിയൊരു ബോക്സാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇത്രയും സംഭവങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു തൊപ്പിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ബുക്കുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ പരിപാടിക്ക് പോയതിൻ്റെ ഒരു ചെറിയൊരു കാർഡും, പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരു പാനും ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട്. പിന്നെയും വേറെ കുറച്ച് സംഭവങ്ങളൂടെ ഉണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ഇത് ഞാൻ എൻ്റെ അൺബോക്സിങ് ചെയ്ത കുറച്ച് സംഭവങ്ങളുടെ പെട്ടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ പെട്ടിയാണ്, പോക്കോ M4 Pro. പിന്നെ ഇത് നമ്മുടെ ഓപ്പോ A76. പിന്നെ അതേപോലെ തന്നെ ഇതൊരു നെക്ക് ബാൻഡിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ഒരു MIയുടെ സ്മാർട്ട് ബാൻഡിൻ്റെ. അങ്ങനെ കുറച്ച് ബോക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ച് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സംഭവങ്ങളൊക്കെ ടേബിളിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു കസാര ഇടാൻ പറ്റും. അപ്പോൾ ഈ കസാര ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് വീഡിയോ ഈ രീതിയിൽ ഷൂട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിലായിട്ട് തന്നെയും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ യൂട്യൂബിൻ്റെ സംഭവങ്ങളും അതേപോലെ തന്നെ ഗാഡ്ജറ്റ്സ് ഒക്കെ കാണുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതിനെപ്പോലെ തന്നെ നമുക്ക് ലൈറ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലായി നമ്മുടെ വീഡിയോസ് ഇനി കാണാൻ പറ്റുന്നത്. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും, നമ്മുടെ ബാക്കിൽ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ പിടിക്കാണ് ഞാൻ ജസ്റ്റ് ട്രൈപ്പോഡിൽ വെച്ചും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിൽ കുറച്ച് ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈറ്റൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ അതൊക്കെ സെറ്റപ്പാക്കി നല്ല അടിപൊളി സ്റ്റുഡിയോ സെറ്റപ്പ് രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി നമ്മുടെ ട്രൈപ്പോഡിൽ വെച്ചിട്ടുള്ള വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് ട്രൈപ്പോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോ വരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചാൽ നമുക്കത് കൃത്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എടുത്തൊന്ന് പിടിച്ചിരിക്കാം, ട്രൈപ്പോഡ് കുറച്ചും കൂടി നീട്ടി വയ്ക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സംഭവങ്ങളൊക്കെ മാറ്റണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണെന്ന് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.